അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ളതാണ്. ചെറുപയർ പരിപ്പ് ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ്. പ്രോട്ടീൻ്റെ മികച്ച ഒരു ഉറവിടമാണ് ചെറുപയർ പരിപ്പ്. അതുപോലെ തന്നെ ചെറുപയറിന് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ സാധിക്കും. ചെറുപയറിൽ ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും ഒക്കെ മികച്ചതാണ്. കൂടാതെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കൊക്കെ ചെറുപയർ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചെറുപയർ ഈ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പയറ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്ലാസിന്റെ അളവിൽ അളന്നെടുത്താൽ മതിയാവും. അപ്പൊ ചെറുപയറിൽ പ്രോട്ടീനും നാരുകളും ധാരാളം ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്കെല്ലാം ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ചെറുപയർ. പൊട്ടാസ്യം മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനൊക്കെ സഹായിക്കും. അപ്പോൾ ചെറുപയർ ഭക്ഷണത്തിൽ ദിവസം ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് നല്ലതാണ്. ഒരുപാട് പ്രോട്ടീനും നാരുകളും ഒക്കെ ചെറുപയറിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി ചെറുപയർ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുപയർ പരിപ്പിന്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇതുപോലെ നിറം മാറുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ പയർ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് പച്ചരിയും കൂടെ എടുക്കുക. കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അരിപ്പയിലിട്ട് വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഒരു കോട്ടൺ ടവലിൽ വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ളത്. പച്ചരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആയിട്ട് ഇതിന്റെ നിറം മാറി ഒന്ന് മുരിഞ്ഞു വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ പച്ചരി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് നിറം മാറുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് കളറൊന്നും മാറാൻ നിൽക്കരുത്. ഇപ്പം തന്നെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബദാമാണ്. ഞാനിപ്പോൾ 20 ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബദാം ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. കൊച്ചു കുട്ടികളെ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ബദാം. കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമല്ല സ്ത്രീകൾക്കും ഒരുപാട് നല്ലതാണ്. പീരീഡ്സ് സമയത്തൊക്കെ വയറുവേദന വരുന്നതിന് തടയുന്നതിന് ഈ ബദാം ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. ആ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ, BP ഇവയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഫാറ്റി ലിവർ ഉള്ളവർക്ക് കൊളസ്ട്രോളായ LDL കൊളസ്ട്രോൾ നീക്കി നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനൊക്കെ ബദാം കഴിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അതുപോലെ ചർമ്മത്തിലെ ചുളിവുകൾ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും ചെറുപ്പവും ഒക്കെ നിലനിർത്താൻ സഹായിക്കും. ലിവറിലെ ടോക്സിനുകളെ നീക്കി ലിവർ ശുദ്ധീകരിക്കാനും അതുപോലെ കരളിന്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ കുടലിന്റെ ഒക്കെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ബദാം. ഇപ്പൊ ബദാമും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ചെറുപയർ പരിപ്പിൻ്റെയും ബദാമിൻ്റെയും അതുപോലെ പച്ചരിയുടെയും ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബദാമും അതുപോലെ ചെറുപയർ പരിപ്പും പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. 7 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം എടുക്കാം. ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കാം. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നമ്മൾ പൊടിച്ചെടുത്തതെല്ലാം കൊണ്ടിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് തയ്യാറാക്കി എടുത്താൽ മതി. അത്രയും നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്.
4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ബാക്കി നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കി എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അളന്നെടുത്ത് വെച്ച 4 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച മിക്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ല അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കി കൊടുക്കാവൂ. രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് നമ്മുടെ ഈ പൊടിച്ച മിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് കൈവിടാതെ ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം വേണമെന്നുള്ളവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം, കരിപ്പെട്ടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. കൽക്കണ്ടം പൊടിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. മധുരം കഴിക്കാൻ പറ്റാത്ത മേഹരോഗികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ പൗഡർ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം കുടിക്കാൻ നേരത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും, ഷുഗർ ഫ്രീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനിക് ശർക്കരയാണ്. ഇത് കല്ലും മണ്ണും അഴുക്കൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് സാധാരണ ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. സാധാരണ ഉണ്ട ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ചൂടല്ലേ, ചൂട് മാറട്ടെ ഇതിൻ്റെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല തണുപ്പിച്ചെടുത്ത 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല കുറുകിയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പശുവും പാലിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കസ്കസ് 2 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ കുടിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്